ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അത്ര വലിയ സംഭവമുള്ള ഡേ ഇൻ മൈ ലൈഫ് ഒന്നുമില്ല, എന്നാലും വെറുതെ ഒന്ന് ക്യാപ്ചർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെയിൻ സംഭവം ജപ്പാനിയ കുഹു കുഹു ആണ്. ഈ കുഹു കുഹു എന്നെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് വേറെ ആരുമല്ല, റിജു ആണ് കേട്ടോ. ഇപ്പം ഇതിൽ ഞാൻ റിജുവിനെക്കാട്ടിയൊരു പ്രോ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കുഹു കുഹു അടുപ്പത്ത് വെക്കുന്ന നേരത്തിൽ നമുക്ക് കുറച്ച് ഡിഷസ് ഒക്കെ കഴുകാനുണ്ട്, അതൊക്കെ കഴുകാൻ കേട്ടോ. ഇതാണ് മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത്. ഇങ്ങനെ സാഹചര്യം വരുമ്പോൾ പല ടാസ്കും നമ്മൾ പഠിക്കും. അപ്പോഴേക്കും നമ്മുടെ കുഹു കുഹു റെഡിയായി. ഞാൻ നിങ്ങളൊരു മാജിക് കാണിച്ചു തരാവേ. നോക്കിയാൽ 2 മുട്ട വന്നില്ലേ? ഈ മാജിക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ എടുത്ത് 2 മുട്ട പുട്ടുവെട്ടിയിൽ ഇട്ടാൽ മതിയേ. അങ്ങനെ ഇത് കറക്റ്റായിട്ട് കുഹു കുഹു ഒക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ചായയും കൂടെ ആയാലോ എന്ന് എനിക്ക് തോന്നി. പാല് കുറച്ച് കുറവായിരുന്നു, പക്ഷെ വെള്ളത്തിന് ഒട്ടും കുറവില്ലാത്തതുകൊണ്ട് ആ കാര്യത്തിലൊരു പ്രശ്നമില്ല. പിന്നെ ഇവനെയും കൂട്ടിച്ചേർത്താണ് ഇന്നത്തെ കുഹു കുഹു നമ്മൾ പിടിക്കാൻ പോകുന്നത് കേട്ടോ. സംഭവം അടിപൊളിയാണ്. അപ്പോഴേക്ക് നമ്മുടെ ചായയും തിളച്ചെല്ലാം സെറ്റായി. ഇനി അങ്ങോട്ട് കഴിച്ചാൽ മതി. ഇതാണ് കേട്ടോ നമ്മുടെ ഹോളിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഉള്ള വ്യൂ. പിന്നെ ഇന്ന് നല്ല കിഡിലെ സൺലൈറ്റ് ഒക്കെ ഉള്ളൊരു ഡേ ആണ് കേട്ടോ. അങ്ങനെ കഴിക്കുന്ന ടൈമിൽ കുറച്ചേരം ജെറിയെ വിളിച്ച് അവനുമായിട്ടിരുന്ന് കത്തിയൊക്കെ വെച്ച്. പിന്നെ ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ലോ കേട്ടോ, കുഹു കുഹു അടിപൊളിയായിരുന്നേ. പിന്നെ നമുക്ക് വേണ്ട വൈറ്റമിൻസ് ഒക്കെ എടുത്ത്, ഇവരെയൊക്കെ എടുത്തില്ലേ ഇച്ചിരി പ്രശ്നമാണ്. പിന്നെ ഇപ്പോൾ ബ്ലാക്ക് ഫ്രൈഡേ ഓഫേഴ്സ് കിടക്കുന്നതുകൊണ്ട് നമുക്കൊന്ന് പുറത്തു പോകാം കേട്ടോ. അതിന് മുമ്പ് കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട്. നമുക്ക് ലോണ്ടറി ഇടാനുണ്ട്, അത് ചെയ്തു. പിന്നെ റിജോയുടെ ഹെയർ കട്ട് കൂടെ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കുറച്ച് ബ്ലാക്ക് ഫ്രൈഡേ ഷോപ്പിങ്ങിന് പോയി കേട്ടോ. അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറെ ചെയ്യാവേ. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ആസ് യൂഷ്വൽ വിശപ്പിൻ്റെ വെളി വന്നു. പിന്നെ ചെറുതായിട്ട് കയറി ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ വീക്ക്ലി ഗ്രോസറി ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ. നമ്മൾ വീക്ക്ലിയാണ് ഗ്രോസറി ചെയ്യുന്നത്. അങ്ങനെ അതും കഴിഞ്ഞു. പിന്നെ നമുക്ക് ഡിന്നർ പ്ലാൻ ഉണ്ടായിരുന്നത് ഒരു കുക്കർ ബിരിയാണി ആയിരുന്നു കേട്ടോ. അങ്ങനെ അതും ചെയ്ത് അന്നത്തെ ഡേ വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ അത്രേ ഉള്ളൂ, ബൈ.